ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവനാണെങ്കിൽ വാഷ്റൂമിൽ ഒട്ടും വയ്യാതെ ഇങ്ങനെ പെയിൻ്റായിട്ട് കിടക്കുകയാണ്. ഇവൻ്റെ ബോധം പോകുന്നതിന് മുമ്പേ ഈ പെൺകുട്ടിയെ അവൻ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവൾ കോൾ എടുക്കുന്ന സമയത്ത് ഇവൻ്റെ ബോധം പൂർണ്ണമായിട്ട് പോകും. അവൻ എത്ര ശ്രമിച്ചിട്ടും അവളുമായിട്ട് സംസാരിക്കാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ബോധം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ റിപ്ലൈ ഒന്നും വരാത്തത് കൊണ്ട് ഇവൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. രാത്രിയാണ് എന്നിട്ട് പോലും അവൾ അതൊന്നും നോക്കാതെ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിൽ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട്സ് ഇവനൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന് സോഷ്യൽ ആൻസൈറ്റി പ്രോബ്ലം ഉള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ അവനത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അവന് ആൻസൈറ്റി അറ്റാക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാതെ അവരവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണുമ്പോഴാണ് ഇവന് പെട്ടെന്ന് വയ്യാതെ ആവുന്നതും ഇവന് പാനിക് അറ്റാക്കൊക്കെ ഉണ്ടാവുന്നതും. ഇതൊക്കെ മനസ്സിലായിട്ട് അവരോട് ശബ്ദത്തിൽ പോകാനൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന്. പക്ഷെ ആ സൗണ്ട് മ്യൂസിക്കിൻ്റെ ഇടയിൽ ഇവർ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ആ മ്യൂസിക്കിൻ്റെ വയറൊക്കെ അവൾ ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അവരോട് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. പക്ഷെ അവരാരും അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവർ പെട്ടെന്ന് ഓടി വാഷ്റൂമിൻ്റെ അകത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൾ ഒത്തിരി പേടിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അവന് ശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഇവൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ബ്രീത്തിങ്ങിനൊന്നും കുഴപ്പമില്ല. ഈ സോഷ്യൽ ആൻസൈറ്റി കാരണം അവനുണ്ടായിരുന്ന ഒരു ആൻസൈറ്റി അറ്റാക്ക് മാത്രമാണ്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് ഇവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി പാർട്ടി അറേഞ്ച് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാര്യം അവർക്ക് ആർക്കും അറിയില്ല. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അത് അറിയാവൂ. അതുകൊണ്ടാണ് ഇവനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഇവർ പെട്ടെന്ന് തന്നെ പാനിക്കായിട്ട് ഓടി അടുത്ത് വന്നതും ഇത്ര ആൾക്കാർ ഒരുമിച്ച് കണ്ടപ്പോൾ ഇവർ പേടിച്ചതും. അതുകൊണ്ടാണ് ഇവൻ്റെ സിറ്റുവേഷൻ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്